പാൽവിലയിലുണ്ടായിരിക്കുന്ന ഈ വർധന ചെറുകിട കച്ചവടക്കാർക്കുൾപ്പെടെ വലിയ തിരിച്ചടിയാണ്. കാണാം അത്തരത്തിൽ കച്ചവടക്കാരുടെ അടക്കം ചില പ്രതികരണങ്ങൾ. കച്ചവടത്തെ ബാധിക്കും എന്ന് പറയുന്ന മാതിരി തന്നെ കച്ചവടം ചെയ്യുന്ന അവസരത്തിൽ നമ്മളെ ജോലിക്കാർ അവർക്കൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പീഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയും പൂട്ടേണ്ടതായിട്ടുള്ള അവസ്ഥയും വരും. മിൽമാപ്പാലിൻ്റെ വിലയും ഇതേപോലെ കൂടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ 12 രൂപയ്ക്കാണ് ഞങ്ങൾ ചായ വെക്കുന്നത്. ഒരുവിധ സ്ഥലത്തൊക്കെ 15, 18, 20 ആയിക്കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ അതിൻ്റെ അപ്പുറം. കാരണം 10 രൂപയ്ക്കാണ് ഞങ്ങൾ ചായ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ്. കാരണം ഇത് ദീപശിഖ കത്തണ മൈതി കത്തിക്കൊണ്ടിരിക്കുക. മണിക്കൂറിൽ 3-4 ചായയാണ് പോവുക. അപ്പോൾ റെഗുലറായിട്ട് ചായയൊക്കെ പോവുകയാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. ഇത് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും വിഷമത്തിലാണ്. പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഗ്യാസിന് 2000 രൂപ കൂടി, പാലിന് വില കൂടി, എല്ലാത്തിനും വില കൂടുക. ഒരു നിലക്ക് ഹോട്ടലുകാർക്കൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും പരിതാപത്തിലാണ് കാര്യങ്ങൾ. വാടക കാര്യങ്ങൾ ഒന്നും ഒപ്പിച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് എല്ലാ ഹോട്ടലുകാരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം സമരം ചെയ്ത് എല്ലാ ഹോട്ടലും അടിച്ചിട്ടൊക്കെ ചെയ്ത് അതിനൊന്നും ഒരു ഇതും ഇതുവരെ കിട്ടിയിട്ടില്ല. കച്ചവടത്തിൽ ബാധിക്കും, ചെറിയൊരു ചാർജ് വർദ്ധിപ്പിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ചെയ്ത പോലെ തന്നെ ചെയ്യും, അത്രേ ഉള്ളൂ. കച്ചവടത്തിന് നന്നായിട്ട് ബാധിക്കും. ഒന്നാമത് ഗ്യാസിനും കൂടി വില കൂടിയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി പാലിനും കൂടി വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാധിക്കും. ചായക്ക് വില കൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് കടക്കും. പിന്നെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കസ്റ്റമറും കുറയും. 100% ബാധിക്കും. ഗ്യാസിനിപ്പം 3118 രൂപയായി. അതുപോലെ പാലിനിപ്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതും ഞങ്ങൾക്ക് ബാധിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് വില അധികം കൂട്ടാനും പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഡെയിലി കസ്റ്റമറാണ് വരുന്നത്. അങ്ങനെ തൊട്ടടുത്തൊക്കെ ഒരു 3-4 ഷോപ്പുകളുണ്ട്. തൊട്ടടുത്ത് അപ്പുറം 2 ഷോപ്പ് വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ബാധിക്കും, ഞങ്ങൾ കച്ചവടത്തിന് ബാധിക്കും. ഇപ്പം നഷ്ടത്തിലാണ് ഹോട്ടൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പാൽവില വർധനയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ധാരാളം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിൽ ബീന ജയൻ പറയുന്നു, പാലിന് വില കൂടി, ഗ്യാസിന് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു, ഡീസലിനും വില കൂടുന്നു, ഹോട്ടൽ ഫുഡ് വില കൂടുന്നു, സ്വർണ്ണ വില കൂടുന്നു. ഇനി കൂടാൻ എന്താണ് ബാക്കിയുള്ളതെന്നാണ് ബീന ജയൻ ചോദിക്കുന്നത്. ഒപ്പം രവികുമാറിന്റെ ആശങ്ക, ഗ്യാസ് വില കൂട്ടിയപ്പോൾ തന്നെ ചായക്ക് 15 രൂപയായി, ഇനിയും ആ ചായക്ക് വില കൂടും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. തോമസ് മാത്യു പറയുന്നു, ബാക്കിയുള്ള എന്ത് സാധനത്തിനും വില കൂടിയാൽ ആർക്കും പ്രശ്നമില്ല, പാലിന് വില കൂടിയാൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.